ചന്ദ്രൻ ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ചന്ദ്രൻ ചേട്ടനെയാണ് ഇപ്പോൾ കാണാൻ വന്നത്. ഞങ്ങളിപ്പോൾ കൊറ്റനല്ലൂരാണ്. അതായത് കഴിഞ്ഞ ദിവസം ആ ഒരു 1000 രൂപയുടെ കൂപ്പൺ അടിച്ചിറക്കി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ച ചന്ദ്രൻ ചേട്ടനാണ്. ഇദ്ദേഹമാണ് മക്കളുടെ അച്ഛൻ. മക്കളെ കല്യാണം കഴിച്ച് ശേഷം കടത്തിലായി വീട് ജപ്തിയായി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഈ ചന്ദ്രൻ ചേട്ടനെ കാണാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ഇത്രയും ദൂരത്തോളം അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കണമെന്നും ആ വണ്ടി തള്ളി എന്താ പറയുക, ഒരു വീട്ടിലെ ഓട് മക്കളോ ആരും തന്നെ വേറെ ഇല്ല ഇദ്ദേഹത്തെ ഒരു നോക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ. ആകെ ഉള്ളത് 2 പെൺമക്കളാണ്. ആ പെൺമക്കളെ കെട്ടിച്ച് വിട്ടതിന് ശേഷമാണ് ഇദ്ദേഹം ഒരു കടബാധിതനായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇദ്ദേഹത്തെയാണ് നമുക്ക് ഈ ഒരു കടത്തിൽ നിന്ന് മോചിതനാക്കി ആ ഒരു കയറിക്കിടക്കാനുള്ള ഒരു കുടുംബം വീണ്ടെടുത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ചന്ദ്രൻ ചേട്ടാ, ഒരു ദിവസം നമുക്ക് എത്ര കൂലി കിട്ടും? 850 രൂപ കൂലി കിട്ടും അല്ലേ? ഇപ്പോഴും ഈ പണി എടുക്കുന്നുണ്ട് നമ്മൾ. മക്കളെന്ന് പറയണത് വേറെ ആരും ഇല്ല, തന്നെയും 2 പെൺമക്കളാണ്. ഇന്ന് സ്വന്തമായിട്ട് ജോലി എടുത്താണ് മുന്നോട്ട് പോണത്. നമുക്ക് 2 വാക്ക് സംസാരിക്കാം കേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലൈംലൈറ്റ് ഇരിക്കണത് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ചന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000 രൂപക്കൊരു വടമയിൽ സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ. അതെല്ലാവരും ഏറ്റെടുത്ത് അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു വിൽപ്പന അങ്ങനെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ ധന്യയുടെ അച്ഛനാണത്. ചന്ദ്രൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ജോലിയിലായിരുന്നല്ലേ? അപ്പോൾ ചന്ദ്രൻ ചേട്ടാ, ഈ ഒരു കടം വന്നിട്ടേ മക്കളെ കെട്ടിച്ചിട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കടം വരാനുള്ള കാരണം. അത് എത്ര വർഷമായിട്ടുണ്ട്? കരയണ്ട. നമ്മള് അദ്ദേഹത്തിനോട് അത് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആകെ എന്താ പറയാ, നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനും ആവരുത്. കാരണം എന്താ പറയാ, നമ്മളെ ഇമോഷനായി പോകും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. എവിടെയായിരുന്നു? പണിയിലായിരുന്നല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ, ധന്യയുടെ അച്ഛനാണ്. കാരണം നിങ്ങളോട് ആ ഒരു കൂപ്പൺ എത്രയും പെട്ടെന്ന് എടുത്ത് ഇവരെ സഹായിക്കണം. കാരണം അങ്ങനെ ഒരു സഹായം നിങ്ങൾ ചെയ്താലാണ് ഇവരുടെ ഈ ഒരു കുടുംബം പോകാതിരിക്കുള്ളൂ. അത്രയും ഇപ്പോഴും ഈ മനുഷ്യൻ, ഈ ചന്ദ്രൻ ചേട്ടൻ, നമ്മുടെയൊക്കെ അച്ഛൻ, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിലും ഇവരെ സഹായിക്കാനായിട്ട് വേറെ ആരും ഇല്ല. ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഇദ്ദേഹം തന്നെ പണിക്ക് പോകണം. അപ്പോൾ ഈ ഒരു കുടുംബം കൂടി പോയി കഴിഞ്ഞാൽ, ഈ ഒരു വീടും കൂടി അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും തന്നെ ഇല്ല. അപ്പോൾ ജപ്തി നോട്ടീസ് പതിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അത് നമ്മളെ കൊണ്ടാകുന്ന എല്ലാ രീതിയിലും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്.
ഇനി ജനങ്ങളാണ് അത് ഏറ്റെടുത്ത് ഇവരുടെ കണ്ണീര് കണ്ട് ആ ഒരു കുടുംബം രക്ഷപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്ത് ചോദിച്ചാലും അദ്ദേഹം കരയാണ്. കാരണം ഒന്നും പറയാനില്ലേ, അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇപ്പോൾ ആ കണ്ണീരിലൂടെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ ജനങ്ങളോട്? അദ്ദേഹത്തിനൊന്നും പറയാനില്ലേ. കാരണം അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനമാണ് ഇപ്പോൾ പോകാൻ പോണത്. അപ്പോൾ എന്ത് പറഞ്ഞാലാണ് ഈ ഒരു വിഷമം മാറുക എന്നൊന്നും നമുക്കറിയില്ല. എത്രയും പെട്ടെന്ന് എന്താ പറയുക, എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ആ കൂപ്പൺ എടുത്ത് ഈ ഒരു കുടുംബത്തെ രക്ഷിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്, ഈ ഒരു കുടുംബത്തെ കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങളെ കൊണ്ടാകുന്ന കൂപ്പൺ എടുത്ത് ഈ ഒരു കുടുംബത്തെ രക്ഷിക്കണം. ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതിയാണ് നറുക്കെടുപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.